അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ നല്ല വിളഞ്ഞിട്ടുള്ള 1 കിലോ പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി പച്ചമാങ്ങ ഒന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി മാറ്റാം. ഇപ്പൊ മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തി മാറ്റിയിട്ടുണ്ട്. ഇനി മാങ്ങ ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ വലിയ ഹോളിൽ കൂടെ വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ മാങ്ങയെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അയമോദകം ചേർത്ത് കൊടുക്കാം. അയമോദകം നല്ലൊരു മണമൊക്കെ തരുന്നതിന് വേണ്ടിയിട്ടാണ് അയമോദകം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കരിഞ്ജീരകമാണേ. ഇനി ഉലുവ മാത്രം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉലുവ കൂടി പോകരുത്, എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇതെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും. ഒരുപാട് സമയമായിട്ട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 30-40 സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു 40 സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കി ഇതിന്റെ ചൂട് മാറിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി ഒരു കടായിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത മാങ്ങ മുഴുവനും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് 250 ml കപ്പിന് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ ഈ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് അതെല്ലാം മെൽറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വരണം. കുറച്ച് വലുപ്പമുള്ള കടായി തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ ഇത് ചെയ്തിട്ടെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ പഞ്ചസാര എടുത്തിട്ടുള്ളത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1.5 കപ്പ് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ചെടുത്ത ശർക്കര ആയതുകൊണ്ടാണ് നേരിട്ട് ചേർത്ത് കൊടുത്തത്. കല്ലും മണ്ണും അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയിട്ട് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ഓർഗാനിക് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ശർക്കരയും എടുത്തിട്ടുള്ളത്. ശർക്കര അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അതിന് പകരം പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര കുറച്ച് കൂടുതലും കുറച്ച് കുറവ് ശർക്കര അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സായി വരട്ടെ. ഇതൊരു നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് പഞ്ചസാരയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഇത് ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ പൊടിച്ച ശർക്കര ആയതുകൊണ്ടാണ് പഞ്ചസാര മെൽറ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ കൂടെ തന്നെ ശർക്കരയും ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ശർക്കര ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പഞ്ചസാരയുടെ കൂടെ തന്നെ ഇട്ടിട്ട് അങ്ങനെയും നമുക്ക് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. മീഡിയം ഫ്ലെയിം തന്നെ വെച്ചിരിക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരം എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് കൂടി പോകരുത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല കളറായിട്ട് വരും. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒരിക്കലും കൂട്ടിയിടരുത്, മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ, ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, അയമോദകം, ഇതെല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് എടുത്തിട്ടുള്ളതാണ്. ഒരുപാടങ്ങ് പൗഡർ പരുവത്തിന് പൊടിക്കരുത്. ചെറിയ ചെറിയ തരികളോടുകൂടി ഇതുപോലൊന്ന് പൊടിച്ചിട്ടെടുക്കുക. ഇത് മുഴുവനും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഇനി മീഡിയത്തിൽ വെച്ചിരുന്ന പെട്ടെന്ന് ഇത് ആയി പോവും. വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം.
ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാരയൊന്നും ഇല്ലാതെ ഏലക്ക മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പഞ്ചസാരയൊക്കെ കൂടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അഥവാ ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 3-4 ഏലക്ക ഒന്ന് തല്ലി ചതച്ച് ഇട്ട് കൊടുത്താലും മതി. ലാസ്റ്റിൽ ഏലക്കപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റിക്കാൻ നിൽക്കരുത്. ഈ ഒരു രീതി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത് ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. ഇതിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം. കുറച്ചെടുത്ത് ചൂട് മാറിയിട്ട് ഇതിലൊന്ന് പിടിച്ചു നോക്കുക. അപ്പം നമുക്ക് ഇതുപോലെ ഒട്ടുന്നതാണ് പരുവം. ഒരു നൂൽപ്പാവൊന്നും ആയി പോവരുത്. എന്നാൽ പിന്നെ ഇത് കല്ല് പോലെ ആയി പോകും ചൂട് മാറുമ്പോൾ. ഇതുപോലെ ഒട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറണം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറി നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ രാത്രി തയ്യാറാക്കിയിട്ട് രാവിലെയാണ് അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചൂട് ഒട്ടും ഉണ്ടാകാൻ പാടില്ല. നല്ലതുപോലെ ചൂട് മാറണം. എന്നാൽ മാത്രമേ ഒരു വർഷത്തോളം ഇത് കേടുകൂടാതിരിക്കുകയുള്ളൂ. ഇത് ഒരു വർഷത്തിൽ കൂടുതൽ കേടുകൂടാതിരിക്കും. നമുക്ക് മാങ്ങ ഒരുപാട് കിട്ടുന്ന സമയത്ത്, ഇപ്പോൾ മാങ്ങ സീസൺ ആണല്ലോ, ഈ ഒരു സമയം ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലഞ്ചിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും സൈഡായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ബിരിയാണിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തി, പൂരി, അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ചെറിയൊരു എരിവും പുളിയും മധുരവും എല്ലാം കൂടി അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ കളേഴ്സോ അതുപോലെ തന്നെ വിനാഗിരിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വർഷങ്ങളോളം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഒരു ചപ്പാത്തിയിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് എടുത്താൽ മതി. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒന്നാണ്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇപ്പൊന്നുമില്ലാത്ത ഗ്ലാസ് ജാറിൽ നമ്മൾ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തോളം ഇത് കേടുകൂടാതിരിക്കും. കൊച്ചു കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടമാകും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. മധുരവും എരിവും പുളിയും എല്ലാം കൊണ്ടിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ മാങ്ങ സീസണാണ്. ഇപ്പോൾ വില കുറവിൽ നമുക്ക് മാങ്ങ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ മരത്തിൽ ഒരുപാട് മാങ്ങ ഉള്ള സമയമാണ്. മാങ്ങ ഉള്ള സമയത്ത് ഇതുപോലെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി, അപ്പം, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. നല്ലൊരു മണമാണ് ഇതിന്. ഇരിക്കും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ മാങ്ങ കുറവുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്